ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എഫോർ ഫുഡീസ്. ഞാൻ നേരെ ആറ്റിങ്ങ എന്ന് ചിറയങ്കോട്ട് പോയപ്പോൾ ഒരു ബോർഡ് ശ്രദ്ധിക്കണം, 80 രൂപ ബിരിയാണി കട. ഞാൻ നേരെ വണ്ടി അവിടെ അങ്ങ് നിർത്തി. എന്നിട്ട് നേരെ അങ്ങ് ഒരു 80 ബിരിയാണി അങ്ങ് പൊതിയാൻ പറഞ്ഞു. ചേട്ടൻ നേരെ ബിരിയാണിയൊക്കെ എടുത്ത് ആ പ്ലേറ്റിലോട്ട് അങ്ങ് എടുത്ത് വെച്ച്, എന്നിട്ട് ഒരു മുട്ടയും വെച്ച്, എന്നിട്ട് ആ ചിക്കനൊക്കെ അങ്ങ് കോരിയിടും. അപ്പോഴാണ് ഞാൻ അങ്ങ് ശ്രദ്ധിക്കണം, 80 രൂപ ബിരിയാണിയിൽ മുട്ടയാണ്, അത് കൊള്ളാമല്ലോ. എന്നിട്ട് ചേട്ടൻ നിർത്തുന്ന, എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ചേട്ടൻ പിന്നെ ആ ബിരിയാണി അങ്ങ് വടവടയെന്ന് പറഞ്ഞ് അങ്ങ് കോരി ഇടുക. ആ സംഭവം അത് നോക്കി നിന്നപ്പോൾ തന്നെ എനിക്ക് സംഭവം കൊതി വന്നു. ഇനി വീട്ടിൽ കൊണ്ടുവച്ച് വേണം കഴിക്കാൻ. എനിക്ക് അതുവരെ ഇതിൻ്റെ കൊതി പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ ഒരു റാത്തയും അച്ചാറും കൂടെ ആയിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങ് പൊതിഞ്ഞെടുത്ത് വീഡിയോ എടുക്കണം കേട്ടോ ചേട്ടൻ്റെ ചോദിച്ചുള്ളൂ. ചേട്ടൻ പറഞ്ഞു, മോനെ നീ അങ്ങ് എടുക്കുക, അതിനെന്തിനാ അനുവാദമൊക്കെ ചോദിക്കണം. പുള്ളി ഭയങ്കര ഹാപ്പി. അങ്ങനെ സംഭവം പൊതിഞ്ഞ് റബ്ബറൊക്കെ ഇട്ട് ഒരു കവറും കെട്ടി താനെ അങ്ങ് തന്നു. ഞാൻ നേരെ എന്ത് ചെയ്യും, ഇത് അതിനെ കണ്ട കൊതിയിലിരിക്കുകയല്ലേ, വീട്ടിൽ ചെന്ന ഉടനെ ഹെൽമെറ്റ് പോലും ഊരാണ്ട് സംഭവം പൊട്ടിച്ച് പ്ലേറ്റിലോട്ടങ്ങ് ആക്കി. എന്നിട്ട് പ്ലേറ്റിലോട്ടാക്കിയിട്ടാ അടുത്ത കാര്യം എന്താ നോക്കുന്നത്, അതിൽ എത്ര ചിക്കൻ പീസ് ഉണ്ട്. 80 രൂപ ചിക്കനല്ലേ. അങ്ങനെ പീസിൻ്റെ എണ്ണ എടുക്കാൻ വേണ്ടി ഞാൻ നേരെ ഒരു സ്പൂൺ ആദ്യം അങ്ങ് എടുത്ത് വേറൊരു പ്ലേറ്റും എടുത്ത് വെച്ച്. സംഭവം ഇത് കണ്ടപ്പം തന്നെ റൈസൊക്കെ നല്ല പോലെ ഉണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് ഈ ബിരിയാണി ഇങ്ങനെ ഇളക്കി അതിൽ നിന്ന് ഒരു മുട്ട ആദ്യം അങ്ങ് എടുത്ത്, എന്നിട്ട് നേരെ ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് മറ്റേ പ്ലേറ്റിലോട്ട് വെച്ച്. സംഭവം എന്താ, ചിക്കൻ്റെ എണ്ണം നോക്കണ്ടേ. എന്നിട്ട് ഓരോ പീസായിട്ട് അടുത്ത പ്ലേറ്റിലോട്ട് അങ്ങ് ഇടുക. അതിൽ മുട്ട വെച്ച് ചിക്കൻ വെച്ച് 2 പീസ് ചിക്കൻ വെച്ചപ്പോൾ ഞാൻ തീർന്നു. നോക്കിയപ്പോൾ ഒരെണ്ണം കൂടെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ നേരെ ഇത് സത്യം തന്നെ 3 പീസാണ്. അങ്ങനെ 1 പീസ്, 2 പീസ്, 3 പീസ്. അങ്ങനെ 3 പീസ് ചിക്കനും ഒരു മുട്ടയും റൈസാണെങ്കിലും വെച്ചാൽ ആവശ്യത്തിനുണ്ട്. ഞാൻ എന്ത് ചെയ്ത് 2 പ്ലേറ്റ് എടുത്ത്. കാരണം എന്താ, നല്ല റൈസും ഇരിക്കണം, 3 പീസ് ചിക്കനും ഇരിക്കണം. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് 1 പീസ് മതി. ഞാൻ അതിൽ നിന്ന് ഒരു പീസ് അങ്ങ് പൊട്ടിച്ചിട്ട് ശരി റൈസും കൊട്ടി സംഭവം ഒന്ന് കഴിച്ചു പോയി. സംഭവം പൊളി സാധനം. എന്നിട്ട് എന്ത് ചെയ്ത് പകുതി മുട്ട എടുത്തിട്ട് ആ മുട്ട ഇച്ചിരി പൊട്ടിച്ച് ചിക്കനും അങ്ങ് പൊട്ടിച്ച് ആ റൈത്തെ ഇച്ചിരി അങ്ങ് വെച്ച് സംഭവം ഒന്ന് കഴിച്ചു നോക്കി. സ്വർഗ്ഗം എന്നാൽ സ്വർഗ്ഗം, സാധനം സെറ്റാണ്. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങയെന്ന്. ചിറയങ്കിലോട്ട് പോകുമ്പോൾ വെളയമൂല ജംഗ്ഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന 80 രൂപ ബിരിയാണി കട. ബീജാണ് എൻ്റെ 80 രൂപ ബിരിയാണി കട.